അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശിച്ച മുഖ്യമന്ത്രി. വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. സർവീസിൽ കയറിയ ശേഷവും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്ന് വിമർശിച്ച മുഖ്യമന്ത്രി വകുപ്പ് തല നടപടിക്കും നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വലിയ ക്രമക്കേട് നടക്കുന്നു, അനർഹർ പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന വാർത്തകൾ വന്നതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗത്തിലാണ് കർശന നടപടിക്ക്, അതായത് സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. നേരത്തെ വികലാംഗ പെൻഷൻ അടക്കം വാങ്ങിയിരുന്ന ആളുകൾ പിന്നീട് സർവീസിലേക്ക് വരുമ്പോൾ അവർ തുടർന്നും ശമ്പളത്തിനൊപ്പം ക്ഷേമ പെൻഷനും വാങ്ങുന്നു എന്നതാണ് ശ്രദ്ധയിൽപ്പെട്ട സർക്കാരിന്റെ. അതുകൊണ്ടാണ് അത്തരത്തിൽ സർവീസ് വന്ന ശേഷം ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് അശ്രദ്ധയല്ല, അത് തട്ടിപ്പാണെന്ന സൂചനയോടുള്ള ഒരു വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ചത്. ഇത്തരക്കാർക്കെതിരെ വകുപ്പ് തല നടപടി അടക്കം കർശന നടപടിക്കാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാർഷിക മസ്റ്ററിംഗ് നിലവിലുണ്ട് ക്ഷേമ പെൻഷന്. അത് കുറച്ചുകൂടി ശാസ്ത്രീയമായ ഫേസ് ഓതന്റിക്കേഷൻ അടക്കം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മസ്റ്ററിംഗ് നടത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയവരുടെ പൈസ പലിശ സഹിതം തിരിച്ചുപിടിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇന്ന് ചേർന്ന പ്രത്യേക